എൻ്റെ പേര് സ്വപ്ന. ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. മൊത്തത്തിൽ കളറാണടേ എന്നെ കൊണ്ട്. എടാ അതാണോ നീ പറഞ്ഞ തുളസി? അതൊന്നുമില്ല. നോക്കിയടാ കാമദേവൻ ശിവകുമാർ രാവിലെ തന്നെ സ്റ്റേന താഴെ നിപ്പുണ്ട്. ശാപം. Let's welcome the next student onto the stage. Please come over. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജ ജയദേവ്. ഇവിടെ അടുത്ത് കോഴിക്കോട് തന്നെയാണ് വീട്. താങ്ക് യു. സുജമോൻ അങ്ങനെ പോകല്ലേ? ഏട്ടന്റെ പാട്ടിടാ. പാട്ടിടാ. അവർ മൂന്നുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ശിവകുമാർ, സി.വി. പുന്നൂസ്, പിന്നെ സെൽവരാജ്. ശിവകുമാർ വാസ് റിച്ച്, ബ്രില്യൻറ്റ് ആൻഡ് ഹാൻസം. സെക്കൻഡ് ഇയർ ആയല്ലേ? ഈ ഹോസ്പിറ്റൽ ടീം മർമറയാക്കുന്ന എങ്ങനെയാ ചേട്ടൻ പറഞ്ഞാലോ. ഞാൻ വാർഡ് വന്നിട്ട് കാണും വൈകുന്നേരം. പ്രൊഫസർ പിന്നെ ബൈ. സെൽവരാജ് വാസ് ഡിഫറെൻറ്റ്. അവൻ തമിഴ്നാട്ടിൽ നിന്ന് MBBS ശരിക്കും പാസ്സായിട്ടുണ്ടെന്ന് വരെ ഞങ്ങൾക്കിടയ്ക്ക് സംശയം തോന്നാറുണ്ടായിരുന്നു. പിന്നെ സേവി, കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ മനസ്സിന്റെ ഉടമ, ഒന്നിലും തൃപ്തനല്ലാത്ത ഒരാൾ. ഞങ്ങളെ പ്രായം കൊണ്ട് കോളേജ് സ്റ്റുഡൻസ് എന്ന് കരുതാൻ കഴിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സുജയെ, എൻ്റെ പ്രണയത്തിൻ്റെ പനിനീർ പൂവുകൾ ചേർത്ത് വെച്ച വസന്തമാണ് നീ. ആഹാ, കവിതയുടെ ആദ്യ 2 ലൈൻസ് കേട്ടിട്ട് സുജ ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ കാലുവിരൽ കൊണ്ട് നിലത്തൊരു ചേന വരയ്ക്കായിരുന്നു ചേട്ടാ. ആണോ? അത് കഴിഞ്ഞില്ല. സുജ, കവിത തീർന്നില്ല. എന്തു പറ്റിയതാ? മരത്തിന്ന് വീണതാ സാറ്. മരത്തിന് എത്ര ഉയരമുണ്ടായിരുന്നു? ഒരു 10-15 അടി ഉയരം കാണും സാറേ. ഇയാള് മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ, ഇല്ല. അപ്പൊ താനായിരിക്കും മദ്യപിച്ചിരിക്കണം അല്ലേ? അങ്ങോട്ട് മാറിക്കിടും. സിസ്റ്റർ, ആദ്യം പോയിട്ട് എക്സ്റേ എടുത്തിട്ട് വാ. ശരി ഡോക്ടർ. ചെല്ല്. പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്റേ വരുമ്പോഴേക്കും രോഗി മരിച്ചു പോയില്ല സാറേ. എക്സ്റേ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. എന്നാ താൻ ആദ്യം അത് ചെയ്യും. എന്താ കേസ്? എന്താ പറ്റിയ? ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട ഏട്ടാ. Sister, it is tension pneumothorax. Get me a 20cc syringe and 8-inch needle immediately. Okay, sir. ഒരുപാട് നന്ദി. എന്താണ് ഇവിടെ ആൾക്കൂട്ടം? ഒന്ന് മാറിക്കേ ഞാൻ വന്നേക്കാം പ്ലീസ്. കഴിഞ്ഞോ? Yes, sir. ഗുഡ് ജോബ് അലക്സ. Thank you, sir. ഇയാളെ മൈനർ റോറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അറേഞ്ച് ഫോർ ICD. ഷിഫ്റ്റ്. സേവി, ഇതുപോലത്തെ ഡെസ്പെറേറ്റ് ടൈമില് കുറച്ച് കോമൺ സെൻസ് ആകാം കേട്ടോ. ഇഡിയറ്റ്. എടാ, നീ പ്രോട്ടോകോള് ഫോളോ ചെയ്തു, അത്രേ ഉള്ളൂ. ഇതും അവൻ്റെ ചീപ്പ് ഷൈനിങ്. അത് പോട്ടെ,
18 റൺസ് എടുത്ത് കണക്കാക്കണ്ട. അരവിന്ദ് ഡിസിൽവ ശ്രീലങ്കയുടെ ഫ്യൂച്ചറിലെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ആണ്. എനിക്ക് തോന്നില്ല. ഡോക്ടർ കണ്ടോ? അലക്സാണ്ടർ സർ. താൻ കോളിസിസ്റ്റക്ടമി ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നോ സർ. ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, മിസ്സാക്കണ്ട. കോക്കറിൻ സെഷൻ ആണ്. സോ റൈറ്റ് ഹൈപ്പോകോൺട്രിയം അനാട്ടമി നോക്കി വെച്ചോളൂ കടാവറിൽ. ഓക്കെ സർ. ആൻഡ് അനാട്ടമി ഡിസെക്ഷനാണ് ഞാൻ വിളിച്ചു പറഞ്ഞോളൂ. താങ്ക് യു. ഇത് എച്ചോട് ഞങ്ങൾക്ക് പഠിക്കാൻ തന്ന കടാവറ. ഞങ്ങൾക്ക് 10 പേർക്ക് കൂടിയിട്ട് ആകെ ഒരു കടാവറേ ഉള്ളൂ. അതിൽ തന്നെ എല്ലാവർക്കും കത്തി വെക്കാൻ പോലുള്ള സ്ഥലമില്ല. ഞങ്ങളുടെ കടാവറ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഡോക്ടർ. എക്സ്ക്യൂസ് മീ, ഹലോ. എനിക്ക് അടുത്ത ദിവസം സർജറി ഉള്ളതാണ്, കോളിസിസ്റ്റക്ടമി. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് കെടാവർ കിട്ടിയേ പറ്റൂ. എന്നോട് എച്ചോടി എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല ഡോക്ടർ. ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ അലോക്കേറ്റഡ് ടൈമാണ്. യു മേ പ്ലീസ് ലീവ് ആൻഡ് കം ബാക്ക് ലേറ്റർ. നമ്മളിവിടെ പറഞ്ഞു നിർത്തി. ഇതെവിടെ? ഡോക്ടർ ഇതുവരെ പോയില്ലേ? അന്ന് ആ ജീവനില്ലാത്ത ശരീരങ്ങളെ സാക്ഷി നിർത്തി എൻ്റെ ആദ്യ പ്രണയത്തിന് ജീവൻ വെച്ചു. ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണിന്റെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. I felt that we are connected. മോസ്ലർ, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം, സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീച്ചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. നിന്റെ പെണ്ണിനല്ലടാ തെണ്ടി കൊണ്ടുപോന്നെ. പതുങ്ങി വരും മധുമാസം, മണമരുളും മലർമാസം, നിറങ്ങൾ പെയ്യുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. എടാ എനിക്ക് അവളെ ഇഷ്ടമാണെന്നും
ഞാൻ അവളുടെ പുറകെ നടക്കുവാണെന്ന് എല്ലാം അവനറിയാം. എന്നിട്ടാണ് അവൻ ഈ പരിപാടി കാണിക്കുന്നത്. പ്രേമത്തിന് നിയമം വല്ലതും ഉണ്ടോ ശിവ? ഇഷ്ടമുള്ളവർ പ്രേമിക്കും. നീ ഒരു PG സ്റ്റുഡൻ്റ് ആണ്, അതിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡിലും കാണിക്കണേ. അതെടാ, ഞാൻ ഓട് വിളിച്ച് ക്ലാസ്സിൽ കയറിയതാണല്ലോ. കൂടാതെ അവനും സേവി സ്റ്റാഫ് ഇല്ല, എമർജൻസി ആയിട്ട് ഹെർണിയ പേഷ്യന്റ് സർജറി ഉണ്ട്. ആ ഗ്രോയിൻ ആൻഡ് അബ്ഡോമിനൽ ഏരിയ നന്നായി ഷേവ് ചെയ്യണം. പ്ലീസ് കം ടു ദ പ്രെപ്പ് റൂം. ചെല്ലടാ, പോയി ചെരച്ചു കൊടുക്ക്. മേജർ സർജറി മൊത്തം അവന്. നമുക്ക് തുന്നിക്കെട്ടും ചെരപ്പും. വെളിച്ചമില്ലാത്ത സമയത്ത് സ്റ്റിച്ച് ഇട്ടത് പാളിയാര്യം സാർ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയാം. സ്റ്റിച്ച് ഇട്ടത് സാറ് പിറ്റേന്ന് വന്ന് കണ്ടതല്ലേ, അതാരേലും പറയണോ? എടാ ചില ആളുകൾക്ക് സർജിക്കൽ സ്കിൽ ഇത്തിരി കുറവാകും. അതിപ്പോ ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? അല്ലേ ദേവി? சரி கொஞ்சம் போட்டு பாடுறா. വേണ്ട. ஏன்டா ஒரு மாதிரியா இருக்க? என்னடா ஆச்சு உனக்கு? ഇവിടെ ഹെർണിയ പേഷ്യന്റ് സുന മുറിക്കണ്ടായിരുന്നു എത്ര സാറ് കണ്ടത് പോട്ടെ, കൂടെ അലക്സാണ്ടർ തെണ്ടി ഉണ്ടായിരുന്നില്ലേ? കോണാത്തിലെ ഷേവിംഗ് സെറ്റ് കാരനാ. A bad carpenter always quarrel with his tools. சரி எங்கடா போற? Alexander, tomorrow there is a Whipple surgery. You go and ask OT staff to arrange for the Lawrence retractor. Stephen, come let's go to ward 15. സിസ്റ്ററെ, താനെന്താണോ ഇപ്പൊ ഇവിടെ? എന്തുപറ്റി? അകത്ത് അത് സെൽവ, അലക്സ്, I can explain. അപ്പൊ ഇതാണ് നിന്റെ പെത്രൻ സോഴ്സ് അല്ലേ? I can explain. ഞാനിത് റിപ്പോർട്ട് ചെയ്യും. വേണാണ്ട, ലൈഫ് സ്പോയിൽ ആയതുകൊണ്ടോ? നീ ഒരു ഡോക്ടർ അല്ലടാ. Selvaraj, you're a PG anesthesia student. More than that, you're a doctor. How can you justify yourself? I'm dismissing you from this college. എന്നാലും ഡിസ്മിസലൊന്നും കൊടുക്കണ്ടായിരുന്നു. അതെ, അവൻ ഈ കഴിഞ്ഞ തവണ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്ത പല പേഷ്യൻസും സർജറി തരുമ്പോൾ എണീറ്റ് പോലും. ഇതൊക്കെ വലിയ എത്തിക്കൽ വയലേഷനാണ് സുജ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടാണോ നീ അറിയാൻ? അല്ല, നമ്മൾ ഈ കണ്ട ജംഗികളുടെ ആരും സംസാരിച്ചിരിക്കാനാണോ ഇവിടെ വന്ന്? ഉമിനീരൊന്ന് ഇറക്കിക്കേ. വേദന ഉണ്ടോ? കുറച്ച്. So this is a case of solitary nodule thyroid. അടുത്ത OTയുടെ തന്നെ സർജറി പോസ്റ്റ് ചെയ്യാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇംഗ്ലീഷിൽ തർപ്പിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു സർജറിയാണ്. അലക്സേ, യു ഷുഡ് അസിസ്റ്റ് ദിസ്. പിന്നെ ഒരാളെ കൂടെ വിളിച്ചോ. സേവി വിളിക്കാം സർ. ഇവരെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തേക്കൂ. ശരി ഡോക്ടർ. ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ട നിമിഷം എന്റെയും കൃഷ്ണദാസിന്റെയും ജീവിതങ്ങൾ തമ്മിൽ എന്നേക്കുമായി കെട്ടുപിണങ്ങ ഡെസ്റ്റിനി പോയിന്റ്. ഞാനോ ഇവനോ അപ്പോൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. എന്താണോ ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. ടെൻഷനൊക്കെ ഇപ്പൊ മാറ്റിത്തരാം. സ്റ്റീഫ, രാജേന്ദ്ര, വന്നടാ. രാജാ, നമ്മുടെ ഈ കൃഷ്ണദാസാണ് ഒരു ഉഗ്രം ഗായകനാണ് കേട്ടോ. അത് കൊള്ളാലോ. കൃഷ്ണദാസ് ഒരു പാട്ട് പാടിക്ക്, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. നല്ലൊരു പാട്ട് പാടിയാ നിനക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവും. പാടടോ. പലതിൻ്റെയും അവസാനമായിരുന്നു ആ രാത്രി. കൃഷ്ണദാസ് എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദം ലോകം അവസാനമായി കേട്ട രാത്രി. സുജയെ ഞാൻ
അവസാനമായി കണ്ട രാത്രി. അപ്പോൾ ഡോക്ടർ സാറേ, നാളെ മുതൽ ഞാൻ 1 മാസത്തേക്ക് ലീവാണേ. സ്റ്റഡി ലീവും കസിൻ്റെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ ചെറുതായിട്ട് തിരക്കായിരിക്കും. വീട്ടിലേക്ക് വിളിക്കാലോ. എൻ്റെ പൊന്ന നസ്രാണി ബോയ് ഫ്രണ്ട് അവിവേകം ഒന്നും കാണിക്കരുത്. ഇപ്പം ആരും അറിയണ്ട. ഞാൻ MBBS കഴിഞ്ഞോട്ടെ. എന്തായാലും ഇയാളുടെ പിറന്നാൾ വരാൻ പോലെ അടുത്ത ആഴ്ച. അപ്പോൾ ഞാൻ ചാടാൻ നോക്കാം. രാഘവേട്ടാ, ഭക്ഷണം കഴിച്ചോ? ഇരിക്കട്ടെ. സന്തോഷമായി മക്കളെ. ഫസ്റ്റ് ടേബിൾ കൃഷ്ണദാസ്, തൈറോയ്ഡ് കേസ്. സെക്കൻഡ് ടേബിൾ ജോൺസൺ, ഇറ്റ്സ് എ കേസ് ഓഫ് ഹെർണിയ. ആൻഡ് ദ തേർഡ് ടേബിൾ ഈസ് യെസ് മേ കം ഇൻ. കം ഇൻ. സാർ, ഞാൻ മെഡിസിൻ PG ആണ്. ഒരു PP ഉണ്ടായിരുന്നു. എന്ത് പറ്റി? എൻ്റെ നാട്ടിൽ തന്നെ സാർ. എരുമപ്പാലാന്ന് വിചാരിച്ച് കുറച്ച് റബ്ബർ പാൽ കുടിച്ചു. അവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ എനിയും എടുത്തു, പക്ഷേ രക്ഷയില്ല. ഓരോന്നെടുത്ത് കുടിക്കുമ്പോൾ നോക്കി കുടിക്കേണ്ടേടോ. ഇനിയിപ്പോൾ ഡിജിറ്റൽ ഇവാക്വേഷൻ വേണമല്ലോ. അല്ല, ഇതിപ്പോൾ ആരാ ചെയ്യാ? ഇപ്പോ വാർഡിൽ സേവ് ഉണ്ട് സാറേ, ഞാൻ കണ്ടിരുന്നു. താൻ ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞൊന്ന് പറ. എടാ സേവി, പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ട്. എന്താടാ? മലബന്ധം ബാധിച്ച ഒരു രോഗിയുടെ ഡിജിറ്റൽ ഇവാക്യുവേഷൻ ചെയ്യണം. നിന്റെ ഒക്കെ ഒരു അവസ്ഥ. വന്നേ, അലക്സാണ്ടർ പറഞ്ഞിട്ടാണ് സാർ നിന്നെ കൊണ്ടൊക്കെ ചെയ്യിക്കണം. അവൻ MBBS ബ്ലോക്കിലേക്ക് കയറി പോയിട്ടുണ്ട്. എന്തിനാണെന്നറിയാലോ? വലിയ സർജറി നോക്കി അവൻ പിടി. നമുക്ക് വയറ്റിൽ നിന്ന് പോകാത്തന്റെ കുണ്ടിയിൽ കൈയിട്ട് തീട്ടം തൊണ്ടണ പണി. തിരിഞ്ഞടക്ക്. ഈ കാല് പൊക്ക്. ഈ കാല്. എടോ, ഈ കാല് പൊക്കാൻ. എടോ, എരുമപ്പാല് റബ്ബർ പാല് തിരിച്ചറിഞ്ഞൂടോ എനിക്ക്. ചത്തൂടും. ഡോക്ടർജിക്ക് ടെൻഷൻ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. കൈ ഒന്ന് വിറച്ചാൽ തീർന്നു. നെർവിഞ്ചറും എല്ലാം വന്നാൽ ശബ്ദം പോവും. പിന്നെ പാടാൻ പോയിട്ട് സംസാരിക്കാൻ പോലും കഴിയാതെ വരും. ചെറിയ ടെൻഷൻ ഉണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും. സേവി, എന്തെങ്കിലും പറ്റിയ ഫുൾ റെസ്പോൺസിബിലിറ്റി നിനക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് എനി കോംപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദി സർജറി ദ ഫസ്റ്റ് അസിസ്റ്റന്റ് വിൽ ബി റെസ്പോൺസിബിൾ. അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? ബാക്കി എല്ലാവരും കൈ എഴുതും. സേവി, അറിയാം, പെട്ടെന്നായിക്കോട്ടെ. സിസ്റ്റർ, അലക്സേ, സക്ഷൻ. ഓക്കെ സാർ. Alexei, that will do. BP? 130/80. He is stable now. Good. ഡോക്ടർ, Yes? OT1 ഹെർണിയ പേഷ്യന്റ് കൊളാപ്സ് ആയി. Oh my God. Alexei, you need to take over. Okay, sir. Finish the case. You must be careful about the recurrent laryngeal nerve. Let's go. Sure, sir. സേവി, സിസേഴ്സ് കണ്ടിട്ടായി.
ആ നിമിഷം എനിക്കറിയാമായിരുന്നു കൃഷ്ണദാസ് എന്ന ഗായകൻ മരിച്ചു വന്നു. അയാളുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു വന്നു. എന്നോടുള്ള പ്രൊഫഷണൽ ജലസി ഒരു സാധുവിന്റെ ജീവിതം തകർത്തു. എല്ലാവരും മാറിയുന്നേ. കൃഷ്ണദാസ് ദരിദ്രനായതുകൊണ്ടും സംഘബലം കുറവായതുകൊണ്ടും അവന്റെ പ്രതിഷേധം അധികകാലം നീണ്ടു നിന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജും അന്നത്തെ കാലവുമായതുകൊണ്ടും ഒരു സർജറിയും ഒരിക്കലും 100% വിജയം ഗ്യാരണ്ടി ചെയ്യാത്തതുകൊണ്ടും അത് പതിയെ ഒതുങ്ങിപ്പോയി. ഇനി നീ ജീവനുള്ള ശരീരത്തിൽ കത്തിവെച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഐ വിൽ ത്രാഷ് യു, ലീവ് ദ ക്യാമ്പസ് ആൻഡ് നെവർ കം ബാക്ക്. ഐ എം സസ്പെൻഡിംഗ് യു ഫ്രം ദ കോളേജ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. You are suspended from the college for a month. Okay. നീ എന്നെ കൊച്ചു പിള്ളേരെ പോലെ. എടാ അലക്സേ, നീ എന്ത് ചെയ്തിട്ടാണ് അലക്സേ? ഞങ്ങളൊക്കെ ഇല്ലടാ. നാനേ പണിത്തരണ്ട. സേവി, നിന്നെ മാത്രം അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ലടാ. ഈ സർജറിയുടെ ഫസ്റ്റ് അസിസ്റ്റന്റ് ആരാ? ആ തെണ്ടി. എടാ, നിന്നെ പുറത്താക്കിയ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു, നടക്കല്ല. എടാ, ഈ പ്രശ്നം നമ്മൾ ആളി കത്തിക്കും. അല്ലേലും അവൻ പറഞ്ഞിട്ടല്ലടാ നീ നെർവ് കെട്ടിയത്, അല്ലേ? നീ എന്റെ ചാച്ചനെ വിളിച്ചു പറ, ഒരു കയ്യബദ്ധം പറ്റിയെന്ന്. ഞാൻ എന്റെ പപ്പയും വിളിച്ചു പറയാം. മാപ്പിള അവനുക്ക് എത്താവത് ചെയ്യണുണ്ടോ? அவனுக்கு ஏதாவது பலமா கொடுத்துட்டு தான் நான் ஊருக்கு கிளம்ப போறேன். இந்த கூட வருணவருக்கு வரும். രാഘവേട്ടാ, എന്നാലും സ്റ്റഡി ലീവും കസിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോയ ആളെന്താ പോലും പെട്ടെന്ന്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും കൊച്ചിന്റെ കയ്യിൽ കാര്യമായിട്ട് കവർ ഞാൻ കണ്ടു. ഓ, സർപ്രൈസ് ബർത്ത്ഡേ വിസിറ്റ്. ബർത്ത്ഡേ ആണോ? എന്നാ ഞാൻ പോയിട്ടുണ്ടെന്ന് അടിച്ചു. എന്നാ ഡോക്ടർ ചെല്ല്. ഇതിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ ഡോക്ടറെ. സുജാ, സുജാ, സുജേ, എടോ. എടാ സെൽവ, ഇപ്പൊ തന്നെ സെഡേഷൻ കൂടുതലാ. ആ കണ്ണ് തുറന്നോ? നീ വലിയ സർജൻ അല്ലടാ, കഴിവേറിട മോനെ. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നിനക്ക് വലിയ വലിയ സർജറി ചെയ്താൽ മാത്രം പോരാ, എന്നെ കൊണ്ട് കണ്ടാലവലാദികളുടെ കുണ്ടി കയ്യിട്ട് തീറ്റം തോണ്ടിക്കണോ അല്ലടാ പൊട്ടി. This is the last time I'm putting knife on a living body. மாப்பிள்ள, இவனுக்கு என்ன சர்ஜரி பண்ணலாம் மாப்பிள்ள? വലുതായി ചെയ്യണോ? ചെറുത് മതി. വസക്തമേ. ഹാപ്പി ബർത്ത്ഡേ അലക്സ്. ഒന്നും പറടാ.
പിടയ്ക്കാതെ കിടക്കടാ നായ. മതി ചത്തു ഓടാവൻ. ആദ്യം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ ഇനി ഒരു തെളിവും ബാക്കി വെക്കണ്ട. അപ്പോ നിങ്ങളിവിടെ വന്നിട്ടുമില്ല, ഞാനൊന്നും കണ്ടിട്ടുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ ശിവ. சிவா இப்ப என்னடா பண்ண போறோம்? ചത്തോടാവൻ. വണ്ടി നിർത്തറാ, വണ്ടി നിർത്തറാ. சேவி பார்த்து பண்றா. All he wanted was to become a good doctor. A good doctor. ഡോക്ടർ അലക്സാണ്ടർ, അതോടെ കൃഷ്ണദാസിന്റെ പിന്നാലെ എന്നേക്കുമായി അലക്സാണ്ടറും ഇല്ലാതെ. ഞാൻ സിവിയർ ഇഞ്ചുറിയുമായിട്ട് കുറേ കാലം കോമയിലായിരുന്നു. അപകടത്തിനു മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് മദ്യപിക്കുകയായിരുന്നെന്നും ഞാൻ എല്ലാവരെയും നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നു എന്നൊക്കെ അവൻ പിന്നീട് ക്യാമ്പസിൽ പറഞ്ഞു പരത്തി. എട്ട് മാസത്തോളം ഞാൻ കോമയിലായിരുന്നു. ഞാൻ എവിടെയാണെന്നോ എനിക്കെന്ത് സംഭവിച്ചോന്നൊന്നും ആരും അറിഞ്ഞുമില്ല, ആരും അന്വേഷിച്ചില്ല, ഒരാളൊഴികെ. Unfortunately, GCS is still at 0. There is no hope for recovery. റിക്കവറി ഇനി ഇല്ലമ്മേ, ഒരുപാടായില്ലേ. ഇയാളെ എങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താതെ നമുക്കിത് റിമൂവ് ചെയ്യാം. അടുത്ത ദിനം ഞാൻ ഇല്ലാതാവുമെന്ന് മനസ്സിലാക്കിയ സുജ ആ രാത്രി പുലരാൻ കാത്തു നിന്നില്ല. ആദ്യ പ്രണയത്തിന്റെ രക്തസാക്ഷിയായി ഈ ചെയിൻ ഓഫ് എവൻസിന്റെ രണ്ടാമത്തെ കൊളാറ്ററൽ ഡാമേജ് ആയി അവള്